നമസ്കാരം, ഇത് IBN മലയാളം. സൗമ്യവും കുറുക്കിക്കൊള്ളുന്നതുമായ ഒരു സംവാദ ശൈലി കൊണ്ട് സ്വതന്ത്ര ചിന്തകൾക്കിടയിൽ വ്യത്യസ്തത പുലർത്തുന്നയാളാണ് ആരിഫ് ഹുസൈൻ. സാധാരണയായി തങ്ങളുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ വളരെ വൈകാരികവും രൂക്ഷവുമായി പ്രതികരിക്കുന്നവരാണ് പൊതുവേദികളിൽ കാണാറുള്ള പല സംവാദകരും. എന്നാൽ ആരിഫിനെ ഏതവസരത്തിലും സൗമ്യനായിട്ടാണ് കാണാൻ കഴിയുക. കൃത്യമായ യുക്തിയുടെയും റഫറൻസുകളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ എല്ലാ വാദമുഖങ്ങളും മുന്നോട്ട് വയ്ക്കാറുള്ളത്. പൊള്ളയായ വാചക കസർത്തുകളില്ല. താൻ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് സംവാദങ്ങളിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കാറില്ല. പകരം എതിരാളികളിൽ നിന്ന് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നതുവരെ അദ്ദേഹം തൻ്റെ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കും. എതിരാളി ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും കേൾക്കുന്നവന് ആരിഫിൻ്റെ യുക്തി ബോധ്യപ്പെടും. കോയ കോളിംഗ് എന്ന വ്യത്യസ്തമായ പേരിൽ അദ്ദേഹം നടത്തുന്ന യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ഇസ്ലാമിക ആശയങ്ങളെക്കുറിച്ചുള്ള സംവാദമാണ് ചാനലിൻ്റെ വിഷയം. മലയാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജിഹാദി തീവ്രവാദം, ലവ് ജിഹാദ്, വർഗീയ രാഷ്ട്രീയ ഇടപെടലുകൾ, പൊതുജീവിതത്തിലെ മതവൽക്കരണം, ഇതൊക്കെയാണ് ഇത്തരമൊരു പ്രമേയം തിരഞ്ഞെടുക്കാൻ ആരിഫിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അതറിയാം. ഒരിക്കൽ മതവിശ്വാസി ആയിരിക്കുകയും പിന്നീട് മാറി ചിന്തിച്ച് മതം വിടുകയും ചെയ്ത വ്യക്തിയാണ് ആരിഫ്. അതുകൊണ്ട് തന്നെ ഇന്ന് മലയാളി സമൂഹം ഉറക്കെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളെ ആധികാരികതയോടെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പലപ്പോഴും ഒരൽപ്പം ആക്ഷേപഹാസ്യത്തിൻ്റെ മേൻപൊടിയോടെ ആയിരിക്കും അതെന്നു മാത്രം. തൻ്റെ വിമർശനങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയല്ല, മറിച്ച് ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണെന്ന് അദ്ദേഹം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. മതത്തിൻ്റെ മറ പിടിച്ചു വരുന്ന ലവ് ജിഹാദ്, ശരീഅത്ത്, ചേലാകർമ്മം, പർദ തുടങ്ങിയവയിലെ തിന്മകളും അന്ധവിശ്വാസങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടവയാണെന്ന് അദ്ദേഹം കരുതുന്നു. ആരിഫിൻ്റെ വിമർശനങ്ങൾ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് ലവ് ജിഹാദ് എങ്ങനെ തടയാമെന്ന തലക്കെട്ടോടെ പുറത്തു വന്ന ഈ എപ്പിസോഡ്. കോൻ ബനേഗ കരോർപതി എന്ന പരിപാടിയെ അനുകരിച്ചുകൊണ്ട് കോൻ ബനേഗ കോയാപതി എന്നൊരു തമാശയും അദ്ദേഹം ഇതിൽ കാണിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിലൂടെ അനുവാചകരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും സംവാദ സംസ്കാരവും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ പരിപാടി. ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചിട്ടും മതം മാറാതെയും പൊതു സിവിൽ നിയമത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടും കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ മതത്തിൻ്റെ സ്വാധീനം വേണ്ട എന്ന ഉറച്ച തീരുമാനത്തോടെയും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ ജീവിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുമായുള്ള സംവാദമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.